നിങ്ങൾ ലോണൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ 2 രാജ്യങ്ങളിലേക്കും വരാതിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും ഈ ഒരു വീഡിയോയിൽ എന്തായിരിക്കും പറയാൻ പോകുന്നുള്ളത്. ഫ്രാൻസിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള സമയത്ത് കുറേ അധികം എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം, നിലവിലത്തെ സാഹചര്യം വെച്ച് എഡ്യൂക്കേഷൻ വിസ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ പുറത്തേക്ക് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ കാനഡ, UK ഒക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല, വിസ രജിസ്ട്രേഷൻ ആയി. അതുമല്ല എങ്കിൽ നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് UK-ലും കാനഡയിലും ഒന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. സോ അങ്ങനെ നോക്കുമ്പം യൂറോപ്പാണ് അടുത്തൊരു ഡെസ്റ്റിനേഷൻ, അടുത്തൊരു ഓപ്ഷൻ. യൂറോപ്പിൽ കുറേ അധികം രാജ്യങ്ങളുണ്ടല്ലോ. ഫ്രാൻസ് എന്ന രാജ്യം എങ്ങനെയുണ്ട്, അതുമല്ല എങ്കിലും യൂറോപ്പിലുള്ള ഓസ്ട്രിയ, പോളണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ ഇതുപോലുള്ള കുറച്ച് രാജ്യങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇവിടെയൊക്കെ പഠിക്കാൻ പോയാൽ നല്ലതാണ്, രക്ഷപ്പെടുമെന്നുള്ള കുറേ അധികം ചോദ്യങ്ങൾ, എൻക്വയറീസ് വരാറുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ അവിടെയുണ്ട്. ഞാൻ ഈ പറഞ്ഞ, അതായത് ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഓസ്ട്രിയ ഇതുപോലുള്ള രാജ്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്ത കുറച്ച് ഇൻഫർമേഷനും, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ് വിസയിൽ പുറത്തേക്ക് പോകണം, അത് യൂറോപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. എന്തായാലും ദിസ് വീഡിയോ ഈസ് ഫോർ യു. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല റിയാലിറ്റി. നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവൻ എങ്ങനെയെങ്കിലും ഒക്കെ യൂറോപ്പിൽ എവിടെ എത്തിയാലും ഏകദേശം സൗന്ദര്യമൊക്കെ ഒരുപോലെയാണ്. യൂറോപ്പിൽ ഓസ്ട്രിയയുടെ ഒരു സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ ഇട്ടാലും, ഫ്രാൻസിൽ നിന്ന് ഒരു ഫോട്ടോ ഇട്ടാലും, ലാറ്റ്വിയയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക് എവിടെ നിന്ന് ഒരു ഫോട്ടോ ഇട്ടാലും ഇതൊക്കെ കാണും. എല്ലാം യൂറോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ബേസിക് ഒരു പ്രകൃതി ഭംഗി അതിനുണ്ടാവും. അപ്പം പക്ഷേ അതിൽ നമ്മൾ റീൽസിലൂടെ ഷെയർ ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസിലൂടെയും പോസ്റ്റിലൂടെയും ഷെയർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി ഗാദറിങ്ങും അതൊന്നും അല്ല യാഥാർത്ഥ്യം. എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ ലോണൊക്കെ അടയ്ക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുപോലെ തന്നെ ഏജൻസികൾ അവർക്ക് പിള്ളേരെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഏജൻസികളുടെ പരസ്യങ്ങളത്തിലൊന്നും കാണുന്നതല്ല റിയാലിറ്റി. പിന്നെ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ്, നമ്മുടെ അതാത് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇവിടുത്തെ റിയാലിറ്റി ഓഫ് ലൈഫ്, അതായത് റിയൽ ലൈഫൊക്കെ പറയുന്നുണ്ട്. ലാറ്റ്വിയയിലും ലിത്വാനിയയിലും പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, അതായത് ഞങ്ങളൊന്ന് കാറ്റഗറി ചെയ്തപ്പം ഏകദേശം ഈ 2 രാജ്യവും സ്പെല്ലിംഗ് കൊണ്ട് മാത്രമല്ല കേട്ടോ, ഈ 2 രാജ്യങ്ങളിലെയും സ്റ്റുഡൻറ് ലൈഫ് എക്സ്പീരിയൻസ് ഏകദേശം സെയിം ആണെന്ന് എന്നോട് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 രാജ്യങ്ങളെയും പറ്റിയിട്ടും ഒരുമിച്ച് പറയുന്നത്. സോ നമ്മളിപ്പം യൂട്യൂബിൽ നോക്കുകയാണെങ്കിലും കൺസൾട്ടൻസിയിൽ ചോദിക്കുകയാണെങ്കിലും അവർ പറയും ലാറ്റ്വിയ, ലിത്വാനിയൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രാജ്യങ്ങളാണ്, നിങ്ങൾക്ക് അവിടെ ഒരു 3-4 ലക്ഷം രൂപയ്ക്കുള്ളിൽ പോകാൻ പറ്റും. അത് പോകാൻ പറ്റുമെന്ന് പറയും. കാരണം 5 രൂപ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പോകാം എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പം എനിക്കറിയാൻ കഴിഞ്ഞത് ലാറ്റ്വിയ, ലിത്വാനിയ പോലുള്ള രാജ്യങ്ങളിൽ ശരിയാണ് 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ സാധിക്കും. പക്ഷെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ലൈഫ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് നമുക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ അക്കോമഡേഷൻ ക്രൈസിസ് ചെറിയ തരത്തിലുണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും സെക്കൻഡ് ഇയറിലേക്കുള്ള ഫീസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നാട്ടിലേക്ക് തുച്ഛമായിട്ടുള്ളൊരു പൈസ അയക്കാൻ പറ്റും. ഈ 2 കാര്യവും പറ്റും. അതുമാത്രമല്ല, ഇനി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ജോലി വേണമെങ്കിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അവരവരുടേതായിട്ടുള്ള ലോക്കൽ റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജസ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ് ലൈഫും അത് കഴിഞ്ഞതിന് ശേഷമുള്ള ജോബ് സീക്കിംഗ് ലൈഫും ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. സോ അറ്റ് ദ എൻഡ് ലാറ്റ്വിയയിലും ലിത്വാനിയയിലുമുള്ള എൻ്റെ ഫ്രണ്ട്സ് അവരൊരു കൺക്ലൂഡായിട്ട് പറഞ്ഞത്, നിങ്ങൾ ലോണൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ 2 രാജ്യങ്ങളിലേക്കും വരാതിരിക്കുക. ചെറിയ പൈസ ആണെങ്കിൽ കൂടി നിങ്ങൾ 2 വർഷം പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പം അതിന് ഇൻട്രസ്റ്റും ചേർത്ത് അത് കുറച്ച് വലിയൊരു എമൗണ്ട് ആവും. ഇനി 2 വർഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടണം. ജോലി കിട്ടി നമുക്ക് നമ്മുടെ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ എക്സ്പെൻസസ് കൂടും 2 വർഷം കഴിയുമ്പം. അതുപോലെ തന്നെ നമ്മൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ്. സോ അപ്പം ഇവർ പറഞ്ഞത്രേ ഉള്ളൂ, ലാറ്റ്വിയ, ലിത്വാനിയ എന്നുള്ള രാജ്യങ്ങളിലേക്ക് ലോണൊന്നും എടുത്ത് വരാതിരിക്കുക. വരികയാണെങ്കിൽ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ടും നിങ്ങൾ ദയവ് ചെയ്ത് +2 ഒന്നും കഴിഞ്ഞിട്ട് നിങ്ങളുടെ 3 വർഷത്തെയും 4 വർഷത്തെയും ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് ലോണൊന്നും എടുത്ത് വരാതിരിക്കുക. അതല്ലെങ്കിൽ ഹൈ സ്കിൽഡ്, ഹൈ ഡിമാൻഡിങ് ഫീൽഡുകളിലേക്കൊക്കെ പഠിക്കാൻ വരുന്നവരാണ്, അതിന് ലോണൊന്നും എടുക്കാതെ വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ലോൺ എടുത്ത് ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയാനാണ് എന്നോട് അവർ പറഞ്ഞത്. സോ അത് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി പറയാം. ഓസ്ട്രിയയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുകയാണ്. വൈഫ് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഡിപ്പെൻഡന്റ് വിസയിലാണ് പുള്ളിക്കാരൻ അവിടെ എത്തിയത്. സ്റ്റുഡൻറ് ലൈഫ് എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞില്ല. അപ്പം അങ്ങനെ പറഞ്ഞ
പറഞ്ഞില്ല എങ്കിലും എന്നോട് പറഞ്ഞത് ജർമ്മൻ ലാംഗ്വേജ് വേണം നമുക്ക് പ്രോപ്പറായിട്ടൊരു ജോലി കിട്ടാനും പാർട്ട് ടൈം ജോലി കിട്ടാനും ഒക്കെ. അത് മാത്രമല്ല ഒരു സ്റ്റഡീസിനായിട്ട് വരുന്നവരാണ് എങ്കിൽ കുറേ അധികം കോളേജസ് ഒന്നും അവിടെ ഓപ്ഷനായിട്ടില്ല. നിങ്ങൾക്ക് അവിടെ വരണമെങ്കിലും നമുക്ക് ഓസ്ട്രിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വികസിത രാജ്യമാണെങ്കിൽ കൂടി നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വേണം. അപ്പം അങ്ങനെ നോക്കുമ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനിയിൽ പോകാൻ പറ്റുന്നതായിരിക്കും ബെറ്റർ. പുള്ളിക്കാരൻ എന്നോട് അവസാനമായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ഓസ്ട്രിയയിൽ വരേണ്ട ആവശ്യമില്ല, അതിലും നല്ലത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ജർമ്മനിയിൽ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. സോ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ 3 രാജ്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ 4ാമത് ചോദിച്ചത് പോളണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ യൂറോപ്പിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചതിൽ ഫ്രാൻസും ജർമ്മനിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് വന്നത് പോളണ്ടിൽ നിന്നുമാണ്. പോളണ്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി അവിടെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞത് പോളണ്ടിലെ സ്റ്റുഡൻറ്റ് ലൈഫ് കുഴപ്പമൊന്നുമില്ല, ഏകദേശം 5-6 ലക്ഷം രൂപയ്ക്കുള്ളിൽ കയറി വരാൻ സാധിക്കും. കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളിലും അവരവരുടേതായിട്ടുള്ള റീജിയണൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലാത്ത ലാംഗ്വേജ് ഉണ്ട്. സോ ലാംഗ്വേജ് ബാരിയർ പോളണ്ടിലും ഉണ്ട്. പക്ഷേ എങ്കിലും ലാംഗ്വേജ് ഭയങ്കര പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടായിരിക്കാം അത്രയൊരു പ്രശ്നമായിട്ടൊന്നും ആർക്കും തോന്നിയില്ല. വന്ന സമയത്തൊക്കെ അവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടിക്കഴിഞ്ഞ് ഇപ്പം ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി 2-3 വർഷം മുമ്പ് വന്നവരെ അപേക്ഷിച്ച് ഇപ്പം നിലവിൽ പോളണ്ടിൽ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലിയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മണിക്കൂറിനനുസരിച്ച് ചെയ്യാം. അതായത് നമ്മുടെ സ്റ്റഡീസിനെ അഫക്റ്റ് ചെയ്യാത്തടത്തോളം സമയം നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. ജോലി കിട്ടുന്നില്ല എങ്കിലും, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ജോലി കിട്ടി സർവൈവ് ചെയ്ത് ജീവിക്കുന്നവരാണ് മിക്ക ആൾക്കാരും. അതുപോലെ തന്നെ ഫീസ് കുറവാണല്ലോ. ഫീസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റഡീസിനെ ബാധിക്കാത്തടത്തോളം സമയം നമുക്ക് ജോലി ചെയ്യാന്ന് പറയുമ്പോൾ അത് ഏകദേശം അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അത് മാത്രമല്ല വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്, നമ്മൾ പണ്ട് 2-3 വർഷം മുമ്പ് വരെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിൽ അല്ലെങ്കിൽ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ ജോലി കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പം 1-2 വർഷമായിട്ട് അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ വലിയ ഒരു പ്രശ്നമൊന്നും ലോണൊക്കെ എടുത്താണെങ്കിലും പോളണ്ടിലേക്ക് വരേണ്ടെന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ നോക്കുമ്പം പോളണ്ടിൽ നിന്ന് ഇതുവരെ എനിക്കൊരു മോശമില്ലാത്തൊരു റെസ്പോൺസാണ് കിട്ടിയത്. സോ ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പോളണ്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നതിന് നല്ലത് പോളണ്ടിൽ വീഡിയോസ് ചെയ്യുന്ന കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ മല്ലൂസ് ഇൻ പോളണ്ട് എന്ന് സെർച്ച് ചെയ്താൽ കുറേയധികം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കിട്ടും. അവരെ ഫോളോ അതിൽ ഉള്ള ആൾക്കാരും ടാഗ് ചെയ്യപ്പെടുന്ന ആൾക്കാരുമൊക്കെ പോളണ്ടിലുള്ളവരായിരിക്കും. അവരോട് ചോദിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, യൂറോപ്പിലെന്നല്ല ലോകത്ത് എവിടെ പോയാലും സ്കാംസ് ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ പറ്റിക്കുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിലാണെങ്കിലും എല്ലായിടത്തും ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സ്കാം സംഭവം അത് തന്നെ. മലയാളീസിനെ പറ്റിക്കുന്ന മലയാളീസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് വരെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് പേരുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോയുടെ തമ്മിലുള്ളിൽ പറഞ്ഞതുപോലെ 4 രാജ്യങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫ്രാൻസിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഫ്രാൻസ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഇനി നിങ്ങൾക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ 1 ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ഇൻ യൂറോപ്പ് എന്ന് ഞാൻ പറയും ഫ്രാൻസ്. നാട്ടിൽ നിന്നൊരു B2 ലെവൽ ഫ്രഞ്ചെങ്കിലും പഠിച്ചിട്ട് വരികയാണെങ്കിൽ ഫ്രാൻസ് ഒരു നല്ല രാജ്യം തന്നെയാണ്. ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം, പണ്ട് IELTS ഒക്കെ പഠിച്ച സമയത്ത് ഫ്രഞ്ച് ലാംഗ്വേജ് കുറച്ച് പഠിക്കുകയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു B2 ലെവലൊക്കെ പഠിക്കുകയായിരുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് ലൈഫ് കുറച്ചുകൂടി നല്ല രീതിയിൽ എൻഹാൻസ് ആയിരുന്നു. ഇതിപ്പോൾ ഒന്നും പഠിക്കാതെ വന്നുകൊണ്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ട് ഇവിടെ നേരിടുന്നുണ്ട്. സോ ഫ്രാൻസിൽ നമ്മൾ ഏകദേശം മിനിമം ഒരു 12 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് കൊണ്ട് വരാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം സ്റ്റഡീസ് ആണെങ്കിലും 1 വർഷം സ്റ്റഡീസ് ആണെങ്കിലും നമുക്ക് 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. ആ 2 വർഷത്തെ സ്റ്റേ ബാക്കിനുള്ളിൽ നമുക്ക് പൈസയൊക്കെ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റും. പക്ഷേ സേവിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഉള്ളതുപോലെ നമ്മളൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞ് അവിടെയുള്ള ലൂപ്പ് ഹോൾസും അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസും മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് എല്ലായിടത്തും സർവൈവ് ചെയ്യാൻ സാധിക്കും. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ്, അതായത് മെയിൻ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ഓസ്ട്രിയ, ഫ്രാൻസ് എന്ന് പറഞ്ഞ 5 രാജ്യങ്ങളെ പറ്റി പറഞ്ഞു. ഫ്രാൻസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കാം. നമ്മൾ ഐ ബട്ടണിൽ 2-3 വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കാണാം. അപ്പോൾ ഇതാണ് റിയാലിറ്റി. എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് ഒരു ഹൈ ഡിമാൻഡിങ് ജോബ്സ് കിട്ടുന്ന, അല്ലെങ്കിൽ അത്രയും ആ ഒരു ഫീൽഡിൽ നിന്നും ജോലി ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല എങ്കിൽ സ്റ്റുഡൻറ് ലൈഫും പഠിച്ചു കഴിഞ്ഞുള്ള ജോബ് സെർച്ചിങ് ലൈഫും ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. എങ്കിലും ഇതൊന്നും ജീവിതകാലം മുഴുവൻ ഉണ്ടാകത്തില്ല. നമ്മളൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നു, അവിടെയുള്ള ലാംഗ്വേജ് പഠിക്കുന്നു. നമ്മൾ ഏതൊരു രാജ്യത്ത് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അവിടെ ചെന്നുമ്പം നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കുറച്ച് സ്കിൽസ് വേണം. അതായത് നെറ്റ്വർക്കിംഗ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആദ്യം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ മലയാളികളുടെ കമ്മ്യൂണിറ്റിയിൽ നെറ്റ്വർക്കിംഗ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അത് പാർട്ട് ടൈം ജോലി കിട്ടാനൊക്കെ നമ്മളെ സഹായിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പഠിച്ചു കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്ന
താമസിക്കുന്ന രാജ്യത്തെ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫീൽഡിലെ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് വേണം. നമ്മൾ ലാംഗ്വേജ് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വിസയുടെ കാര്യങ്ങളും വിസ ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റുഡൻറ്റ് വിസ മാത്രമല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നിലനിൽക്കാനുള്ള കുറേയധികം വിസകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരിടത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. ഇതൊന്നും ആരും നമ്മളോട് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ആരും ഒരു ഏജൻസികൾ നമുക്ക് പറഞ്ഞു തരത്തില്ല. സോ ഇതൊക്കെ മെല്ലെ നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം എക്സ്പ്ലോർ ചെയ്യുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എല്ലാം ഡിസിഷനാണ്, തീരുമാനങ്ങളാണ്. കാരണം നമ്മളൊരു തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ ലൈഫ് പിന്നെ ഒന്ന് റിവോൾവ് ചെയ്തുകൊണ്ട് പോവുക. കാരണം ഒരു തെറ്റായ ഡിസിഷൻ കാരണം ആത്മഹത്യ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. തെറ്റായ ഡിസിഷൻസ് കാരണം കുറേയധികം വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാതിരിക്കുന്ന ആളുകളുണ്ട്. സോ നല്ല ഡിസിഷൻ എപ്പോഴും എടുക്കുക, വൈസായിട്ട് മാത്രം ചൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഏജൻസികളാണെങ്കിലും ഏതെങ്കിലും ബിസിനസ് എൻറ്റിറ്റി നമ്മളുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ലാഭത്തിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ. സോ നിങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് നല്ലൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ എടുക്കുമെന്നുള്ളത് അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ വേറൊന്നും വേണ്ട. അപ്പം നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ജർമ്മനി പോകുന്നുണ്ട്, അവിടെയുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസും റിയാലിറ്റീസ് പറയുന്ന വീഡിയോസും ഒക്കെ യൂട്യൂബിലുണ്ട്. അതല്ല എങ്കിൽ ഏതൊക്കെ ഫീൽഡിൽ പഠിച്ച ജോലി കിട്ടും, സ്കിൽഡ് ജോബ്സ് ഏതൊക്കെയാണ്, ഡിമാൻഡിങ് ജോബ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും അറിയാൻ സാധിക്കും. ഞാൻ വന്ന സമയത്ത് എനിക്കിതൊന്നും പറഞ്ഞു തരാൻ അധികാരം ഉണ്ടായിരുന്നില്ല. ഞാനൊരു ജനറൽ കോഴ്സ് എടുത്താണ് വന്നത്, ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്ത് വന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൂടുതൽ എൻഹാൻസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ജോലി സാധ്യത കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നമ്മളെ അപ്സ്കിൽ ചെയ്യണം, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വലിച്ചു നീട്ടി ലോങ് ആക്കുന്നൊന്നുമില്ല. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി എന്തോരം ഉണ്ട്. ഇനി നിങ്ങളിപ്പോൾ 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ 2 വർഷം നിങ്ങൾ എങ്ങനെ ഫീസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു 2 വർഷത്തെ എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ അതിന് എത്ര ഇൻട്രസ്റ്റ് വരും, ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ചടയ്ക്കാനുള്ള സ്റ്റേ ബാക്ക് പീരീഡ് നമുക്ക് പോകാൻ പോകുന്ന രാജ്യത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. എനിക്ക് തോന്നുന്നു വീഡിയോ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ ഒരു വീഡിയോയിൽ ലോങ് ആയി പോയെന്ന് തോന്നുന്നു. പക്ഷേ ഫ്രാൻസിനെ പറ്റി പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നില്ല, സമയമുണ്ടെന്ന് ഇത്രയും നേരമൊന്നും വീഡിയോസ് ആരും കാണും തോന്നില്ല. സോ ഓൾറെഡി ഫ്രാൻസിനെ പറ്റിയിട്ടുള്ള കുറേയധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിനി ഫ്രാൻസിലേക്ക് വരണമെന്നുള്ളവരാണെങ്കിൽ, ഫ്രാൻസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മാത്രമല്ല ഇതിനു മുമ്പും കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. സോ എന്തായാലും ഇത്രയും നേരം വീഡിയോ കൊണ്ട് എല്ലാവരോടും താങ്ക് യു. നല്ല ഡിസിഷൻസ് എടുക്കുക. എപ്പോഴും പണ്ട് പറയുന്നത് പോലെ ചൂസ് വൈസ്ലി. ബൈ ബൈ.